ബറക്കത്തുള്ള ഒരു നാണയത്തുട്ടിൻ്റെ കഥ പറയാം. ഒരു പിതാവിന് നല്ല മക്കളുണ്ടായിരുന്നു. അദ്ദേഹം ദീർഘകാലം രോഗശയ്യയിലായി. ചെറിയ മകനൊഴികെ മറ്റെല്ലാവരും പിതാവിനെ കൈയൊഴിഞ്ഞു. അനന്തര സ്വത്തായി പിതാവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത ചെറിയ പുത്രനും ഭാര്യയും പിതാവിനെ പരിചരിച്ചു പോന്നു. ഒരു ദിവസം പിതാവ് മരണപ്പെട്ടു. മയ്യത്ത് സംസ്കരണം എല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ബാപ്പയെ മകൻ സ്വപ്നം കാണാനിടയായി. പിതാവ് പറഞ്ഞു, മോനെ, ഇന്ന സ്ഥലത്ത് 100 ദീനാർ സൂക്ഷിച്ചിരിപ്പുണ്ട്. വേണമെങ്കിൽ അതെടുത്തുള്ളൂ. പക്ഷെ അതിൽ ബറക്കത്തുണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ശേഷം അദ്ദേഹം ഭാര്യയോട് ബാപ്പയെ സ്വപ്നം കണ്ടതും അദ്ദേഹം സ്വപ്നത്തിൽ പറഞ്ഞതുമെല്ലാം സന്തോഷത്തോടെ വിവരിച്ചു. ഭാര്യ പറഞ്ഞു, ബറക്കത്തില്ലെങ്കിലും നമുക്ക് ആ പണം എടുക്കാം. പക്ഷെ ഭർത്താവിൻ്റെ പ്രതികരണം, ബറക്കത്തില്ലാത്ത പണം നമുക്ക് വേണ്ടെന്നായിരുന്നു. പിറ്റേന്ന് രാത്രിയും അയാൾ പിതാവിനെ സ്വപ്നം കണ്ടു. പിതാവ് പറഞ്ഞു, മോനെ, മറ്റൊരു സ്ഥലത്ത് ഞാൻ 10 ദീനാർ നിക്ഷേപിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇതിലും ബറക്കത്തുണ്ടാവാനിടയില്ല. രാവിലെ ഉറക്കമുണർന്ന ശേഷം സ്വപ്നകാര്യം സഹധർമ്മിണിയോട് പറഞ്ഞു. ഭാര്യക്കെപ്പോഴും ബറക്കത്തില്ലെങ്കിലും ആ പണം എടുക്കാമെന്നുണ്ടായിരുന്നു. പക്ഷെ ബറക്കത്തില്ലാത്ത ആ പണം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഭർത്താവ്. 3-ാം ദിവസം പിതാവിന് അദ്ദേഹം ഏറെ പ്രസന്നനായി സ്വപ്നം കണ്ടു. പിതാവ് മകൻ ആലിംഗനം ചെയ്ത് പറഞ്ഞു, മോനെ, 1 ദിർഹം മാത്രം നിക്ഷേപിക്കപ്പെട്ട ഒരു സ്ഥലം ഞാൻ നിനക്ക് അറിയിച്ചു തരാം. ദിർഹം ഒന്നേ ഉള്ളുവെങ്കിലും ഉള്ളതിൽ ബർക്കത്തുണ്ടാവും. പിറ്റേ ദിവസം പ്രഭാതമുണർന്ന ഉടൻ താൻ കണ്ട സന്തോഷ വാർത്ത ഭാര്യയെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്കെടുക്കാം. കാരണം ബറക്കത്തുള്ള നാണയത്തൊട്ടാണെന്നാണല്ലോ പിതാവ് പറഞ്ഞത്. അവർ നിർദ്ദിഷ്ട സ്ഥലത്തു നിന്നും അതെടുത്ത് അന്നു തന്നെ ആ പണം കൊണ്ട് മാർക്കറ്റിലേക്ക് പോയി മത്സ്യം വാങ്ങി. ഭക്ഷണത്തിനുള്ള വിഭവം തയ്യാറാക്കാൻ മത്സ്യം മുറിച്ചപ്പോൾ നല്ല തിളങ്ങുന്ന രത്നമോതിരം കണ്ടെത്തി. രത്നത്തിളക്കം കണ്ട് അവർ അതിശയിച്ചു. താമസിയാതെ മത്സ്യത്തിനകത്തു നിന്നും ലഭിച്ച രത്നമോതിരവുമായി രാജാവിനെ സമീപിച്ചപ്പോൾ സഞ്ചി നിറയെ ദീനാർ അദ്ദേഹത്തിന് പകരമായി നൽകി. മോതിരം രാജാവ് രാജകുമാരിക്ക് സമ്മാനിച്ച ശേഷം രാജാവ് പറഞ്ഞു, ഈ മോതിരത്തിന്റെ ജോഡി കൂടിയുണ്ടെങ്കിൽ കൊണ്ടുവരും. അദ്ദേഹം വീട്ടിലേക്കോടി 2ാമത്തെ മത്സ്യം മുറിച്ചപ്പോൾ അതേ രൂപത്തിലുള്ള മറ്റൊരു വജ്രമോതിരം ലഭിച്ചു. മോതിരവുമായി സന്തോഷത്തോടെ രാജകൊട്ടാരത്തിലേക്ക് ഓടിയെത്തി രാജാവിന് സമർപ്പിച്ചു. രാജാവ് സഞ്ചി നിറയെ വീണ്ടും സ്വർണ്ണ നാണയങ്ങൾ നൽകി അദ്ദേഹത്തെ തിരികെ അയച്ചു. ഒരു മടിയും കൂടാതെ പിതാവിനെ സേവിച്ചതിന് അള്ളാഹു നൽകിയ സമ്മാനമാണിതെന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു. ഇരുവരും നാഥനെ സ്തുതിച്ചു. ഇത്തരം ഗുണപാഠമുള്ള കഥകളെ